വിജയകുമാറിനെ മാത്രമാണ് കൊല്ലാൻ ഉദ്ദേശിച്ചതെന്നാണ് കോട്ടയത്തെ ഇരട്ടക്കൊലപാതകത്തിൽ അറസ്റ്റിലായ പ്രതി അമിത് ഉറാങ്ങിന്റെ മൊഴി. പോലീസ് സംശയിച്ചതുപോലെ മോഷണക്കേസിൽ ജയിലിലാക്കിയതിലുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. വിജയകുമാറിനെ കൊലപ്പെടുത്തുന്നതിനിടെ ശബ്ദം കേട്ട് വന്നതിനാലാണ് ഭാര്യയെ കൊലപ്പെടുത്തിയതെന്ന് പ്രതി മൊഴി നൽകി. ജയിലിലായതിനാൽ ഗർഭകാലത്ത് ഭാര്യയെ പരിചരിക്കാൻ ആകാത്തതും പ്രതികാരത്തിന് കാരണമായി. വിജയകുമാർ തന്റെ മുന്നിൽ വച്ച് ഭാര്യയോട് പലതവണ അധിക്ഷേപിച്ച് സംസാരിച്ചു. തന്നോട് അടിമയെപ്പോലെ പെരുമാറി. പണം നൽകാമെന്ന് പറഞ്ഞിട്ടും വിജയകുമാർ കേസ് പിൻവലിക്കാൻ തയ്യാറായില്ലെന്നും അമിത് ഉറാങ് പോലീസിനോട് വിശദീകരിച്ചു. പ്രതി അമിത് ഉറാങ് ഓൺലൈൻ കാര്യങ്ങളിൽ വിദഗ്ധനെന്ന് പോലീസ് പറയുന്നു. വിജയകുമാറിന്റെ ഫോണിലുണ്ടായിരുന്ന സിം കാർഡ് സ്വന്തം മൊബൈലിലേക്ക് മാറ്റിയതും ഗൂഗിൾ പേ സ്വന്തം മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തതും ഇതിന് ഉദാഹരണം. ജയിലിൽ നിന്നും പുറത്തിറങ്ങാൻ സഹായിച്ചത് ജയിലിൽ ഒപ്പമുണ്ടായിരുന്ന കലറ സ്വദേശി ഫൈസൽ ഷാജിയെന്നും ഇയാൾ മൊഴി നൽകി. കോട്ടയത്ത് ഹോട്ടലിൽ താമസിച്ച സമയം കേസ് പിൻവലിക്കണമെന്ന് ഫോണിലൂടെ വിജയകുമാറിനോട് ആവശ്യപ്പെട്ടപ്പോൾ നിഷേധിച്ചതോടെയാണ് കൊലപാതകത്തിനിറങ്ങിയതെന്നും മൊഴിയിൽ വ്യക്തമാക്കുന്നു. കേസിൽ തെളിവുകൾ പൂർണ്ണമായി ശേഖരിക്കാൻ കഴിഞ്ഞതായി ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ് പറഞ്ഞു. സന്തോഷമുണ്ട്. നമ്മുടെ ആദ്യത്തെ നിഗമനം തന്നെ വ്യക്തിവൈരാഗ്യത്തിന്റെ പുറത്തുള്ള ഒരു ആസൂത്രിതമായ കൊലപാതകമായിരുന്നു. ആദ്യ നിഗമനത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് നമ്മൾ അന്വേഷണം ആരംഭിച്ചത്. പ്രതിയെ ലഭിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള കുറ്റസമ്മത മൊഴി, അതുപോലെ ശാസ്ത്രീയമായ തെളിവുകൾ, സാഹചര്യ തെളിവുകൾ എല്ലാം നമ്മുടെ ആദ്യത്തെ നിഗമനം ശരിവെക്കുന്ന രീതിയിലുള്ളതാണ്. തെളിവിന്റെ ശൃംഖല നമുക്ക് കൃത്യമായിട്ട് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുവഴി കൃത്യമായിട്ടുള്ള അന്വേഷണം പൂർത്തിയാക്കി ഉടനെ തന്നെ കുറ്റപത്രം സമർപ്പിക്കും. നല്ല കൺവിക്ഷൻ വാങ്ങിച്ചു കൊടുക്കാനുള്ള രീതിയിലുള്ള അന്വേഷണമാണ് നമ്മൾ നടത്തുന്നത്. മർഡറാണ് ചാർജ് ചെയ്തിരിക്കുന്നത്. ബാക്കി സെക്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് ചെയ്യും. തെളിവ് നശിപ്പിക്കല് പോലെയുള്ള സെക്ഷൻസ് ആഡ് ചെയ്യാനുണ്ടോ എന്നുള്ളത് പരിശോധിക്കും. അതേസമയം കേസിലെ നിർണായക CCTV ദൃശ്യങ്ങളും പുറത്തുവന്നിട്ടുണ്ട്. പ്രതി കൊലപാതകം ചെയ്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് 3:30 ശേഷമെന്ന് CCTVയിൽ വ്യക്തം. കൊലപാതകം നടത്താൻ അമിത് വീട്ടിലേക്ക് പോകുന്നതും തിരിച്ചുപോയതും ഒരേ വഴിയിൽ തന്നെ. 12:30 ശേഷമാണ് പ്രതി കൊലപാതകം നടത്താൻ വീട്ടിലേക്ക് കയറിയതെന്നും CCTV ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. സീ മലയാളം ന്യൂസ്, കോട്ടയം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.